ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബെയറിങ്സ്. ഓക്കെ, അപ്പം ബെയറിങ്സ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് മനസ്സിലാക്കുക. ബെയറിംഗ് ഇസ് എ മെക്കാനിക്കൽ എലമെൻറ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു പാർട്സ് സച്ച് എസ് ഷാഫ്റ്റ് ആൻഡ് ദി ഹൗസിംഗ് വിത്ത് മിനിമം ഫ്രിക്ഷൻ. ഓക്കെ, അപ്പം ബെയറിങ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെക്കാനിക്കൽ എലമെൻറ്റ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പോണൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ബെയറിങ്സിന് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഷാഫ്റ്റും ഹൗസിംഗ് തമ്മിലുള്ള പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് മോഷന് വേണ്ടിയാണ് നമ്മൾ ബെയറിങ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടിപ്പിക്കൽ ബെയറിങ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഈ ഔട്ടർ പോർഷനാണ് നമ്മൾ ഹൗസിങ് എന്ന് പറയുന്നത്, ഇന്നർ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ ഷാഫ്റ്റിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഷാഫ്റ്റിനെ അറേഞ്ച് ചെയ്ത് ഇത് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ, ഈ ഔട്ടർ സർഫസും ഇന്നർ സർഫസും തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റിലേറ്റീവ് മോഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മിനിമം ഫ്രിക്ഷൻ വെച്ചുകൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ റിലേറ്റീവ് മോഷൻ ഗെയിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ ഇന്നർ പോർഷൻസിലായിട്ട്, ഓക്കെ, ഇതിൻ്റെ ഇന്നർ സ്പേസിലായിട്ട് നമ്മൾ റോളേഴ്സ് അല്ലെങ്കിൽ ബോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ്, ഈ ഒരു എൻറ്റയർ യൂണിറ്റിനെയാണ് നമ്മൾ ബെയറിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോൾ ബെയറിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബോൾ ബെയറിങ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ യൂണിഫോം സ്പേസിങ്, ഓരോ ബോൾസും തമ്മിലുള്ള യൂണിഫോം സ്പേസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ അതിൻ്റെ കേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ റേസിനുള്ളിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എൻറ്റയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതിലിപ്പം എനിക്ക് വേണമെങ്കിൽ ഔട്ടർ ഹൗസിങ്ങിനെ സ്റ്റേഷനറി ആയിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇന്നർ സർഫസിന് മാത്രം മൂവ് ചെയ്യിക്കാം. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് ലോഡെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ മിനിമം എന്താണ് ഈ പറയുന്ന ഫ്രിക്ഷൻ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഇവിടെ റിലേറ്റീവ് മോഷൻ ഗെയിൻ ചെയ്യാൻ പറ്റും. പവർ ട്രാൻസ്മിഷൻ അല്ല, റിലേറ്റീവ് മോഷനാണ് ഇവിടെ ഗെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഔട്ടർ ഹൗസിങ് ഫിക്സ് ചെയ്തുകൊണ്ട്, ജനറലി അങ്ങനെയുള്ള കേസുകളാണ് കാണാറുള്ളത്. ഔട്ടർ ഹൗസിങ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നർ ഈ പറയുന്ന എന്താണ് ഷാഫ്റ്റിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഈ ബെയറിങ്ങിൻ്റെ പോർഷൻ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ നേരെ തിരിച്ചും വരാറുണ്ട്. ഇന്നർ യൂണിറ്റിനെ ഫിക്സ് ചെയ്തുകൊണ്ട് ഔട്ടർ സർഫസിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ ബെയറിങ്സിൻ്റെ സെലക്ഷനാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ബെയറിങ്സ് ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പർപ്പസിനനുസരിച്ച് നമ്മൾ ഡേറ്റ ഷീറ്റ്സ് ചെക്ക് ചെയ്തുകൊണ്ട് ഏതാണ് സ്യൂട്ടബിൾ ബെയറിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ബെയറിങ്സ് മാനുഫാക്ചർ ചെയ്യാന്ന് പറയുന്നത് അതൊരിക്കലും വയബിളായിട്ട് വരത്തില്ല. ഓക്കെ, അപ്പം നമ്മളെ റിക്വയർമെൻറ്റിനനുസരിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെയറിംഗ് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിൽ ബെയറിങ്ങിൻ്റെ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആക്ച്വലി ഡിസൈൻ അല്ല, സെലക്ഷൻ പ്രൊസീജിയറാണ്. ഏത് ബെയറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഈ ഒരു പർപ്പസിന് വേണ്ടി ഏത് ബെയറിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ശരി. അപ്പം ബെയറിങ്സ് മെക്കാനിക്കൽ എലമെൻറ്റ്സ് ആണ് ദാറ്റ് പെർമിറ്റ് റിലേറ്റീവ് മോഷൻ. ഓക്കെ, ദാറ്റ് പെർമിറ്റ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു പാർട്സ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇന്നർ സൈഡിലായിട്ടാണ് നമ്മൾ ഷാഫ്റ്റിനെ അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ ആയിട്ട് ഈ ഒരു പോർഷനിലായിട്ട് ഷാഫ്റ്റിനെ അറ്റാച്ച് ചെയ്യും. ഈ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് ഹൗസിംഗ് ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ ഗെയിൻ ചെയ്യാൻ പറ്റും വിത്ത് മിനിമൽ ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ബെയറിങ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, മെയിനായിട്ട് ബെയറിങ്സിനെ നമുക്ക് റേഡിയൽ ബെയറിങ്സും ത്രസ്റ്റ് ബെയറിങ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയൽ ബെയറിംഗ്. ഓക്കെ, റേഡിയൽ ബെയറിങ്ങിൽ ഞാനിത് ഷാഫ്റ്റിൻ്റെ യൂണിറ്റ് ആയിട്ടും ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഷാഫ്റ്റ് യൂണിറ്റും റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ബെയറിങ്ങിൻ്റെ പോർഷനുമാണ്. ഓക്കെ, ഇതിൻ്റെ ഔട്ടർ സർഫസിലുള്ളതെന്ന് പറയുന്നത് ഹൗസിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിങ്ങിലൂടെയുള്ള പവറിന് നമുക്ക് ഏതിലോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന ഷാഫ്റ്റിലേക്ക് എത്തുകയും വേണം. അതോടൊപ്പം തന്നെ അവിടെ റിലേറ്റീവ് മോഷൻ, ഹൗസിങ്ങും ഈ പറയുന്ന ഷാഫ്റ്റ് തമ്മിൽ റിലേറ്റീവ് മോഷൻ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൗസിംഗ് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുവാണ്. ഷാഫ്റ്റാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷാഫ്റ്റ് ഈ ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് ഈ രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയൽ ബെയറിങ്സിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് വരുന്നത്. ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ലോഡ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ റേഡിയൽ ബെയറിംഗ് എന്ന് വിളിക്കുന്നത്. ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡ് വരുമ്പോഴത്തേക്ക് അതിനെ റേഡിയൽ ബെയറിംഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബെയറിംഗ്. ഓക്കെ, ത്രസ്റ്റ് ബെയറിങ്ങിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഷാഫ്റ്റ് ആക്സിസ് ഉണ്ട്. ഓക്കെ,
നമ്മൾ ലോഡ് കൊടുക്കുന്ന ഡയറക്ഷൻ നോക്കുക. ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് ദി ഷാഫ്റ്റ് ആക്സിസ് ആണ്. ഷാഫ്റ്റ് ആക്സിസിലൂടെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സപ്പോർട്ട്സ് ദി ലോഡ് ഇൻ ത്രസ്റ്റ് ബെയറിംഗ്. ഇറ്റ് സപ്പോർട്ട്സ് ദി ലോഡ് വിച്ച് ആക്സ് എലോങ് ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. എലോങ് ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ് ഇവിടെ ആകുമ്പോഴത്തേക്കും പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. റേഡിയൽ ബെയറിങ്സിൻ്റെ കേസിലാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിങ്സ്. ഓക്കെ, ഇപ്പോൾ ബെയറിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ്റെ ബേസിസിൽ നമ്മൾ ബെയറിങ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകണം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സ്ലൈഡിങ് കോൺടാക്ട് ബെയറിങ്. ഓക്കെ, സ്ലൈഡിങ് കോൺടാക്ട് ബെയറിങ്ങിൻ്റെ തന്നെ ചെറിയ മോഡിഫിക്കേഷൻസ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് പ്ലെയിൻ ബെയറിങ്സ്, ജേർണൽ ബെയറിങ്സ്, സ്ലീവ് ബെയറിങ്സ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോളിംഗ് കോൺടാക്ട് ബെയറിംഗ് അല്ലെങ്കിൽ ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ്. റോളിംഗ് കോൺടാക്ട് ബെയറിങ്സിൽ വരുന്നതാണ് ബോൾ ബെയറിങ്സ്, സിലിണ്ട്രിക്കൽ ബെയറിങ്സ്, അങ്ങനെയുള്ളതെല്ലാം ഈ പറയുന്ന റോളിംഗ് കോൺടാക്ട് ബെയറിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസൈൻ പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ജേർണൽ ബെയറിങ്ങിൻ്റെ ഡിസൈനും സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ബോൾ ബെയറിങ്സിൻ്റെ ഡിസൈനുമാണ് സിലബസിൽ എടുത്ത് പറയുന്നത്. അപ്പോൾ റോളിംഗ് കോൺടാക്ട് ബെയറിങ്ങിൽ മറ്റൊരു പേരാണ് ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ്. അപ്പോൾ ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ് എന്താണെന്നുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ബെയറിങ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലത്തെ ഒരു ബോൾ ബെയറിംഗ് നമ്മൾ ഡിസൈൻ അല്ല മനസ്സിലാക്കുക, സെലക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബോൾ ബെയറിങ്സ് സെലക്ട് ചെയ്യാനാണ് പോകുന്നത്. സെറ്റ് ഓഫ് ഡേറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ബോൾ ബെയറിങ്ങിൻ്റെ സെലക്ഷനാണ് സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രോബ്ലം വന്നിട്ട് സെലക്ട് എ സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബെയറിംഗ്. ഓക്കെ, ബോൾ ബെയറിങ്ങിൻ്റെ ഡിസൈനാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് എ സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബെയറിംഗ് ഫോർ എ റേഡിയൽ ലോഡ്. ഓക്കെ, ആ ബോൾ ബെയറിങ്ങിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് റേഡിയൽ ലോഡ് വരുന്നുണ്ട്. റേഡിയൽ ലോഡ് ഓഫ് 4000 ന്യൂട്ടൺ ആൻഡ് ആൻ ആക്സിയൽ ലോഡ് ഓഫ് 5000 ന്യൂട്ടൺ ഓക്കെ, ഓപ്പറേറ്റിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 1600 RPM. 1600 RPM ആണ് അവിടുത്തെ സ്പീഡ്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷണൽ സ്പീഡായിരിക്കും 1600 RPM. ഓക്കെ, അതിൽ റേഡിയൽ ലോഡ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ഈ ഒരു RPM റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ബെയറിംഗ് വഴി ട്രാൻസ്ഫർ ചെയ്യേണ്ട റേഡിയൽ ലോഡ് എന്ന് പറയുന്നത്, ഓക്കെ, ബെയറിംഗിലേക്ക് വരുന്ന റേഡിയൽ ലോഡ് എന്ന് പറയുന്നത് 4000 ന്യൂട്ടനും അതുപോലെ തന്നെ അവിടെ സപ്പോർട്ട് ചെയ്യേണ്ട ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത് 5000 ന്യൂട്ടനുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിലൊരു സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബെയറിംഗ് ആണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ബെയറിങ്ങിൻ്റെ ലൈഫും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോർ ആൻ ആവറേജ് ലൈഫ് ഓഫ് 5 years അറ്റ് 10 hours. ഫോർ ആൻ ആവറേജ് ലൈഫ് ഓഫ് 5 years അറ്റ് 10 hours പെർ ഡേ. ഒരു ദിവസം 10 മണിക്കൂർ എന്നുള്ള രീതിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. അങ്ങനെ 5 വർഷത്തേക്ക് ഈ ബെയറിങ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് ലൈഫാണ്. ഓക്കെ, മാനുഫാക്ചറേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 10 hours പെർ ഡേ ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 5 years. ഓക്കെ, അസ്യൂം യൂണിഫോം സ്റ്റഡി ലോഡ് അസ്യൂം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി സെറ്റ് ഓഫ് ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസൈൻ ഡേറ്റ ഹാൻഡ് ബുക്ക്. ഓക്കെ, 4th എഡിഷൻ ബൈ മഹാദേവൻ. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ ബുക്കിൽ നിന്നുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ റേഡിയൽ ലോഡ് തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്ത് എഴുതുകയാണ്. ആദ്യത്തത് റേഡിയൽ ലോഡ്. ഓക്കെ, റേഡിയൽ ലോഡ് വന്നിട്ട് FR = 4000 ന്യൂട്ടൺ. ഓക്കെ, പിന്നെ വരുന്നത് റേഡിയൽ ലോഡ് എന്ന് പറയുന്നത് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ആക്സിയൽ ഓർ ത്രസ്റ്റ് ലോഡ് വന്നിട്ട് 5000 ന്യൂട്ടൺ. ഓക്കെ, ഇത് രണ്ടും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 4000 ന്യൂട്ടൺ ആൻഡ് 5000 ന്യൂട്ടൺ. പിന്നെ ഒരു അസംഷൻ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, യൂണിഫോം ആൻഡ് സ്റ്റഡി ലോഡ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ വേരിയബിൾ ലോഡിംഗ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം യൂണിഫോം സ്റ്റഡി ലോഡും വെച്ചുകൊണ്ട് ബെയറിംഗ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്പീഡ് n = 1600 RPM, ആവറേജ് ലൈഫ് = 5 years അറ്റ് 10 hours പെർ ഡേ. ഓക്കെ, ഒരു ദിവസം 10 hours, 1 ഡേയിൽ 10 hours വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 yearsലേക്കാണ് ബെയറിംഗ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ടു സെലക്ട് സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബെയറിംഗ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിസൈൻഡ് അല്ലെങ്കിൽ സെലക്ഷനിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓൾറെഡി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിത് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് വാല്യൂസ് ഓഫ് X, Y ആൻഡ് D. ഓക്കെ,
ബോൾ ബെയറിങ്സിൻ്റെ സെലക്ഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് വാല്യൂസ് ഓഫ് എക്സ് വൈ ആൻഡ് വി. ഓക്കെ, അപ്പം ഇതിൽ എക്സ് എന്ന് പറയുന്നത് റേഡിയൽ ഫാക്ടർ. ഓക്കെ, കാരണം നമുക്കിവിടെ രണ്ട് ലോഡുകളാണ് തന്നിരിക്കുന്നത്. ഒരു റേഡിയൽ ലോഡുമുണ്ട്, ഒരു ആക്സിയൽ ലോഡുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെയറിംഗ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ റേഡിയലും ആക്സിയൽ ലോഡിനെയും കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇക്വലൻ്റ് ലോഡ്, ഓക്കെ, അതായത് റേഡിയൽ ലോഡും ഈ പറയുന്ന ആക്സിയൽ ലോഡും നമ്മുടെ ബെയറിങ്ങിന് മുകളിൽ വരുമ്പോഴത്തേക്കും എത്രയാണോ അവിടെ ഈ പറയുന്ന അതിൻ്റെ ഡീഫോർമേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് എത്രത്തോളം വരുന്നുണ്ടോ അതേ സെയിം ലൈഫ് എക്സ്പെക്റ്റൻസിയും അതുപോലെ തന്നെ ഡീഫോർമേഷനും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇക്വലൻ്റ് ലോഡ്, സാധാരണ നമ്മൾ റിസൾട്ടൻ്റ് എല്ലാം കണ്ടുപിടിക്കുന്ന പോലെ ഇവിടെ ബെയറിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഇക്വലൻ്റ് ലോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം റേഡിയൽ ലോഡിനെയും ആക്സിയൽ ലോഡിനെയും കൂടെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ഇക്വലൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കൺവേർഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺവേർഷൻ ഇക്വേഷനിൽ വരുന്ന കുറച്ച് ടേംസാണ് എക്സ് വൈ ആൻഡ് വി എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് റേഡിയൽ ഫാക്ടർ, വൈ എന്ന് പറയുന്നത് ത്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ ഈ ആക്സിയൽ ലോഡിങ്ങിനെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. പിന്നെ വി എന്ന് പറയുന്നത് റൊട്ടേഷൻ ഫാക്ടർ. ഓക്കെ, പിന്നെ നോട്ട് ചെയ്യേണ്ടത് എഫ് എ ബൈ സി യു എന്ന് പറയുന്നത്. അതിൽ എഫ് എ എന്ന് പറയുന്നത് ആക്സിയൽ ലോഡും സി യു എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റി. ഓക്കെ, അതായത് ഷാഫ്റ്റും ഹൗസിംഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്തും ബോൾ ബെയറിങ്സിൽ ഒരു ലോഡ് വരുന്നുണ്ട്. ഓക്കെ, റൊട്ടേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി, റൊട്ടേഷൻ ഇല്ലാതെ ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റിയാണ്. ഓക്കെ, ശരി. അപ്പം ഇതിൽ നമുക്ക് ഈ എക്സ് വൈ വിയുടെ വാല്യൂസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഡേറ്റാ ബുക്കിൽ ടേബിൾ 16.3 പേജ് 381, ടേബിൾ 16.3 പേജ് നമ്പർ 381. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 381 ഇതുപോലെ ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് എക്സ് വൈ ആൻഡ് വി, എക്സ് വൈ വി ആൻഡ് പിന്നെ എഫ് എ ബൈ സി യു ഇത്രയും വാല്യൂസാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട്, ഓക്കെ, ഇത് ചാപ്റ്റർ എന്ന് പറയുന്നത് റോളിംഗ് ബെയറിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 16 ആണ്. ഡേറ്റാ ബുക്കിൽ ചാപ്റ്റർ 16 ആണ്. പേജ് നമ്പർ 371 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചാപ്റ്ററിൽ പേജ് 381 ടേബിൾ 16.3, ടേബിൾ 16.3. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിൽ തന്നെയുണ്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് റേഡിയൽ കോൺടാക്റ്റ് ഗ്രൂവ് ബോൾ ബെയറിങ്സ്. ഓക്കെ, റേഡിയൽ കോൺടാക്റ്റ് ഗ്രൂവ് ബോൾ ബെയറിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സെറ്റ് ഓഫ് വാല്യൂസാണ് ഈ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിലല്ല, ഫസ്റ്റ് റോയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വേണ്ട എക്സ് വൈ വി എഫ് എ ബൈ സി യു. ഓക്കെ, എഫ് എ ബൈ സി യുടെ വാല്യൂ ഉണ്ട് ഈ കോളത്തിൽ നിന്ന് കിട്ടും. വിയുടെ വാല്യൂ കിട്ടുന്നുണ്ട്, എക്സിൻ്റെ വാല്യൂ കിട്ടുന്നുണ്ട്, വൈയുടെ വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും വാല്യൂസ് നമുക്ക് ഈ ഡേറ്റാ ബുക്കിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ റേഡിയൽ കോൺടാക്റ്റ് ഗ്രൂവ് ബോൾ ബെയറിംഗ് ആണ്. അതിൽ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുവാണ് ഇന്നർ നമ്മുടെ ഏതാണ് ഇതിൻ്റെ അകത്ത് ഹൗസിംഗ് അല്ല ഷാഫ്റ്റിൻ്റെ പോർഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ജനറലി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ പോർഷൻ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇൻ റിലേഷൻ ഓഫ് ദി ലോഡ് ദ ഇന്നർ റിംഗ് ഈസ് റൊട്ടേറ്റിംഗ് സ്റ്റേഷനറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നർ റിംഗ് റൊട്ടേറ്റിംഗ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഈ ഇന്നർ റിംഗ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, പുറത്തത് സ്റ്റേഷനറി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നർ റിംഗ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ വിയുടെ വാല്യൂ 1 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിയുടെ വാല്യൂ 1 എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിയുടെ വാല്യൂ ആയിട്ടുണ്ട്. നെക്സ്റ്റ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ സിംഗിൾ റോ ബെയറിങ്സ്. ഓക്കെ, സിംഗിൾ റോ ബെയറിങ്സിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.56. ഓക്കെ, പിന്നെ ഇവിടെ വൈയുടെ വാല്യൂ അതും സിംഗിൾ റോ ബെയറിങ്സിൽ, ഇവിടെ സിംഗിൾ റോ ബെയറിങ്സിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. 2.30, 1.99, 1.71 അങ്ങനെ പോകുന്നുണ്ട്. അതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു മിഡ് വാല്യൂ എന്നുള്ള രീതിക്ക് 1.71 വെച്ചിട്ട് സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 1.71 എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വിയുടെ വാല്യൂ 1.0, എക്സിൻ്റെ വാല്യൂ 0.56, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.71. ഓക്കെ, അപ്പോൾ ഈ 1.71 കറസ്പോണ്ടിങ് ആയിട്ട് 1.71 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് എഫ് എ ബൈ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.056. ഓക്കെ, 1.71 കറസ്പോണ്ടിങ് ആയിട്ട് 0.056. ഓക്കെ, അപ്പം നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് ഇത്രയും വാല്യൂസാണ് നമ്മൾ ഈ ടേബിളിൻ്റെ അകത്തുനിന്ന് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വാല്യൂസ് 1 by 1 ആയിട്ട് എടുത്ത് എഴുതുമ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 0.56, എക്സ് വാല്യൂ
ഈക്വൽ ടു 0.56, y ഈക്വൽ ടു 1.71, പിന്നെ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1, FA/CU, ഓക്കെ, FA/CU ഈക്വൽ ടു 0.056, 0 ഇവിടെ FA/CU ഈക്വൽ ടു 0.056, ഓക്കെ. അത് 1 2 3 4 ഫോർത്ത് കോളത്തിൽ നിന്നാണ് കിട്ടുന്നത്. 0.056, ഓക്കെ. അപ്പം ഈ വാല്യൂസ് എല്ലാം നമ്മൾ സിംഗിൾ റോ, ഓക്കെ, റേഡിയൽ കോൺടാക്ട് ഗ്രൂപ്പ് ബോൾ ബെയറിങ്സ് അതിൽ സിംഗിൾ റോയിൽ നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഓക്കെ. അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ വാല്യൂസ് എല്ലാം ഈ ടേബിളിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്യാന്നുള്ളത്, ഓക്കെ. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വലൻറ്റ് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം, ഓക്കെ. ഇക്വലൻറ്റ് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് 2, ഓക്കെ. അതിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സെയിം ചാപ്റ്ററിൽ തന്നെ പേജ് നമ്പർ 372, ഇക്വേഷൻ എന്ന് പറയുന്നത് 16.6, പേജ് നമ്പർ 372 ഇക്വേഷൻ 16.6. ഇക്വേഷൻ പറയുന്നത് P ഈക്വൽ ടു എക്സ് വി എഫ് ആർ പ്ലസ് വൈ എഫ് എ, ഓക്കെ. എക്സ് വി എഫ് ആർ പ്ലസ് വൈ എഫ് എ. അപ്പോൾ ഈ ഇക്വേഷൻ എക്സ് ഇൻറ്റു വി ഇൻറ്റു എഫ് ആർ പ്ലസ് വൈ ഇൻറ്റു എഫ് എ. അതിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.56, ഓക്കെ, ഇൻറ്റു വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1, എഫ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ആർ വന്നിട്ട് 4000 പ്ലസ് വൈ എന്ന് പറയുന്നത് 1.71 ഇൻറ്റു എഫ് എ എന്ന് പറയുന്നത് എഫ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എഫ് ആറും എഫ് എയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5000, ഓക്കെ. അപ്പോൾ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ എന്ന് പറയുന്നത് 10790, സോൾവ് ചെയ്ത് നോക്കിയത് 10790 ന്യൂട്ടൺസ് എന്ന് കിട്ടും, 10790 ന്യൂട്ടൺസ്, ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇക്വലൻറ്റ് ലോഡ് എന്ന് പറയുന്നത്, ഇക്വലൻറ്റ് ഡൈനാമിക് ലോഡ് എന്ന് പറയുന്നത്, ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് 1ൽ ഫാക്ടേഴ്സ്, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, റേഡിയൽ ഫാക്ടർ, ത്രസ്റ്റ് ഫാക്ടർ, റൊട്ടേഷൻ ഫാക്ടർ, FA/CUയുടെ വാല്യൂസ് ആ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്തു. അത് നമ്മൾ ഏത് ബെയറിംഗ് ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സെലക്ഷൻ വരുന്നത്. അതിനുശേഷം അത് യൂസ് ചെയ്തുകൊണ്ട് ഇക്വലൻറ്റ് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു, ഓക്കെ. ഇപ്പം ഇക്വലൻറ്റ് ഡൈനാമിക് ലോഡ് കഴിയുമ്പം റേഡിയൽ ലോഡ്, ആക്സിയൽ ലോഡ് എന്നുള്ളത് മാറിയതിന് ശേഷം ഇവിടെ ഒരു സിംഗിൾ ലോഡായിട്ട്, ഇവിടെ സിംഗിൾ ലോഡ് ക്യാപിറ്റൽ P ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് റേറ്റിംഗ് ലൈഫ്, ഓക്കെ. റേറ്റിംഗ് ലൈഫ് ഓർ ബെയറിംഗ് ലൈഫ് ഇൻ മില്യൻസ് ഓഫ് റെവല്യൂഷൻ, ഓക്കെ. അപ്പം ബെയറിങ്ങിനെ നമ്മൾ യൂഷ്വലി അതിൻ്റെ ലൈഫ് വെച്ചിട്ടാണ് അതിൻ്റെ സ്പെസിഫൈ ചെയ്യാറുള്ളത്, ഓക്കെ. ഇപ്പം ബെയറിംഗ് എത്ര നാളത്തേക്ക് സർവേ ചെയ്യാൻ പറ്റും, ഓക്കെ. അതായത് നമ്മൾ ഈ ബെയറിങ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ബെയറിങ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ, ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ ലോഡും അതുപോലെ തന്നെ റിലേറ്റീവ് മോഷനും എല്ലാം നടക്കുമ്പോഴത്തേക്കും ഇതിനുള്ളിലുള്ള ബോൾസിന് ഡീഫോമേഷൻ, ബോളുകൾക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇന്നർ റേസുകൾക്കും എല്ലാം, അതായത് ഈ ബോളുകൾ മൂവ് ചെയ്യുന്ന ഇവിടെ ഒരു എന്താണ് ട്രാക്ക് പോലെ ഒരു റേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഡീഫോമേഷൻ സംഭവിക്കും, ഓക്കെ. അപ്പോൾ ഡീഫോമേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബെയറിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വളരെ എന്താണ് അധികം നോയ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഇതിനെ റീപ്ലേസ് ചെയ്യുന്നു, ഓക്കെ. അപ്പോൾ അത് എത്ര നാളത്തേക്കാണ് എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ഫെയിലിയർ വരാൻ പോകുന്നത്, ഓക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്സ്, പലതരത്തിലുള്ള ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകളും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്കും ഇതിലെ ബോളുകളിലോ അല്ലെങ്കിൽ ഈ റേസുകളിലോ ആയിട്ട് ചെറിയ ക്രാക്കുകൾ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ഓക്കെ. അപ്പം ആ ക്രാക്ക് വരുന്നതോ അല്ലെങ്കിൽ ക്രാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡീഫോമേഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഓക്കെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഈ റിലേറ്റീവ് മോഷൻ നടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള നോയ്സ് ഡെവലപ്പ് ചെയ്യും, ഓക്കെ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്ത് കൊടുക്കണം, റീപ്ലേസ് ചെയ്ത് കൊടുക്കണം, ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ലൈഫ് പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്, ഓക്കെ. ബെയറിംഗ് എത്ര നാളത്തേക്ക് യൂസ് ചെയ്യാം, ഓക്കെ. അല്ലെങ്കിൽ 90% ഓഫ് ദി ബെയറിങ്സ്, അതായത് ഇതിൽ ഓരോ സിംഗിൾ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ സിംഗിൾ ബോളിൻ്റെയും നമുക്ക് ലൈഫ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പം 1 2 3 4 5 6 7 8 9, ഓക്കെ, 9 ബോൾസ് ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ അലൈൻ ചെയ്തിട്ടുണ്ട്,
അപ്പോൾ അതിൽ ഓരോ സിംഗിൾ യൂണിറ്റിൻ്റെയും ലൈഫ് പറയാമെന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 90% അല്ലെങ്കിൽ 50% എന്നുള്ള രീതിക്കാണ് നമ്മളിതിൻ്റെ ലൈഫ് പറയാറുള്ളത്. 50% ഓഫ് ദി ബോൾസ് ഫെയിൽ ആവാനുള്ള സമയം എന്ന് പറയുന്നത് ഇത്രത്തോളമാണ്, അല്ലെങ്കിൽ 90% ആണ് കൂടുതലും കാൽക്കുലേഷൻസിലും. അതുപോലെ തന്നെ മാനുഫാക്ചറേഴ്സ് കാറ്റലോഗ് അവൈലബിൾ ആയിട്ടുള്ളത് 90% ലൈഫ് 90% ലൈഫ് വെച്ചിട്ടുള്ള എന്താണ് ഡേറ്റ ഷീറ്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ 90% ഓഫ് ദി യൂണിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഓരോ ബോൾസിലും ടോട്ടൽ 9 ഉണ്ടെങ്കിൽ 90% അതിൻ്റെ 90% ഫെയിൽ ആവുന്ന ആ ഒരു ഡ്യൂറേഷൻ. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇതിൻ്റെ ലൈഫ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പം അതിനെ റേറ്റിംഗ് ലൈഫ്, ബെയറിംഗ് ലൈഫ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് സ്പെസിഫൈ ചെയ്യേണ്ടത് നമുക്ക് ഇക്വേഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് മില്യൺസ് ഓഫ് റെവല്യൂഷനാണ്. അതായത് ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ അവേഴ്സിൽ പറയുന്നതിന് പകരം ഇത് എത്ര റെവല്യൂഷൻസ് കഴിയുമ്പോഴത്തേക്കാണ്, ഓക്കെ, എത്ര മില്യൺ റെവല്യൂഷൻസ് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വരേണ്ടതെന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, മില്യൺ റെവല്യൂഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം റേറ്റിംഗ് ലൈഫ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇക്വേഷന് ഡേറ്റാ ബുക്കിലുണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് 16.11 ഓക്കെ, അപ്പം സെയിം ചാപ്റ്ററിൽ തന്നെ പേജ് നമ്പർ 375 16.11 ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈഫ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, ഇക്വേഷൻ എന്താണ്, ln = 60 ഇൻറ്റു ക്യാപിറ്റൽ N ഇൻറ്റു LH ഡിവൈഡഡ് ബൈ ഇത് 10⁻⁶ കാണും കേട്ടോ, ഇവിടെ ഒരു വലിയൊരു ടേം. ഓക്കെ, ഇത് വന്നിട്ട് 10⁻⁶ ആണ്. ഓക്കെ, ഇപ്പോൾ 60N LH ബൈ 10⁻⁶. ഓക്കെ, അതിൽ N എന്ന് പറയുന്നത് സ്പീഡ് ഇൻ റെവല്യൂഷൻസ് ആണ്. ഇത് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ഈ ഫസ്റ്റ് ടേം നോക്കിയാൽ 60N ഇൻറ്റു LH ബൈ 10⁻⁶. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓക്കെ ശരി നോക്കിക്കോളൂ. അപ്പം ln = 60 ഇൻറ്റു N ഇൻറ്റു LH ബൈ 10⁻⁶. അതിൽ LH എന്ന് പറയുന്നത് ലൈഫ് ഓഫ് ബെയറിംഗ് ഇൻ അവേഴ്സ്. ഓക്കെ, അപ്പം ലൈഫ് ഇൻ അവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലൈഫ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പം ഡേറ്റാ ബുക്കിൽ നിന്ന് ഇക്വേഷൻ എടുത്ത് N എന്ന് പറയുന്നത് സ്പീഡ് ഇൻ റെവല്യൂഷൻസ് പെർ മിനിറ്റ് RPM ആണ്. ഓക്കെ, റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് ആവറേജ് ലൈഫ് ഓർ ഡിസൈഡ് ലൈഫ് ഓർ എക്സ്പെക്റ്റഡ് ലൈഫ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 years at 10 hours per day. ഓക്കെ, 5 വർഷത്തേക്കാണ് ഇതിൻ്റെ ലൈഫ് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഓരോ ദിവസവും 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ 5 വർഷത്തേക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ആവറേജ് ലൈഫ്. ഓക്കെ, അപ്പം ഇവിടെ ലൈഫ് ഇൻ അവേഴ്സ് ആൻഡ് ഇയേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 5 hours at 10 hours per day എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മൊത്തത്തിൽ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഇയറും വരുന്നുണ്ട്, അവറും വരുന്നുണ്ട്, ഡേയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻ അവേഴ്സ് നമ്മൾ പറയുമ്പോഴത്തേക്കും ലൈഫ് ഇൻ അവേഴ്സ് ഈക്വൽ ടു ഒരു ദിവസം എത്ര മണിക്കൂറെന്ന് നോക്കുക, അവേഴ്സ് പെർ ഡേ. അങ്ങനെ എത്ര ദിവസം എന്നുള്ളത് നോക്കുക, ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ആൻ ഇയർ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഒരു ദിവസം ഇത്ര മണിക്കൂർ, ഒരു വർഷത്തിൽ ഇത്ര ദിവസമുണ്ട് ടോട്ടൽ. ഓക്കെ, അങ്ങനെ ഇത്രയും വർഷങ്ങളിലേക്ക്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് കാൽക്കുലേഷൻ പോകുന്നത്. അപ്പം ഇക്വേഷനായിട്ട് ഓർക്കണമെന്നുള്ളവർക്ക് ഓർക്കാം, ലൈഫ് ഇൻ അവേഴ്സ് ഈക്വൽ ടു അവേഴ്സ് പെർ ഡേ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ആൻ ഇയർ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷത്തിന് നമ്മൾ 365 days ആയിട്ട് എടുക്കുകയാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 5 years ആയിട്ട് എടുക്കുകയാണ്. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 18250 hours. ഓക്കെ, 18250 hours എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ L10H എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം L10H എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻ അവേഴ്സ് ആണ്. ഈ 10 മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% റിലയബിലിറ്റി. ഓക്കെ, അല്ലെങ്കിൽ 90% ഓഫ് ദി യൂണിറ്റ്സ് ഫെയിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 90% ഓഫ് ദി യൂണിറ്റ് ഫെയിൽ ആവാൻ വേണ്ടിയുള്ള ആ ഒരു സമയത്തിനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് L10H. ഓക്കെ, L10H. അപ്പം ഈ L10H എടുക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡേറ്റ ഷീറ്റ്സ്, ബെയറിംഗ് സെലക്ഷൻ്റെ ഡേറ്റ ഷീറ്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം 90% റിലയബിലിറ്റി വെച്ചിട്ടാണ് ഡേറ്റ ഷീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതെല്ലാം L10H കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ലൈഫ് ഇൻ അവേഴ്സ്
hours per day into number of days in an year into number of years. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ടോട്ടലി ഇത്രയും അവേഴ്സാണ് ആ ബെയറിങ്ങിൻ്റെ ലൈഫ് പറഞ്ഞിരിക്കുന്നത്. 18250 അവേഴ്സ്. 18250 അവേഴ്സാണ് ബെയറിങ്ങിൻ്റെ ലൈഫ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ബെയറിങ്ങിൻ്റെ റിലയബിലിറ്റി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മൾ റിലയബിലിറ്റി എപ്പോഴും 90% ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യണം. ഓക്കെ. അപ്പം റിലയബിലിറ്റി ഓഫ് 90% ആൻഡ് അത് അസ്യൂം ചെയ്തു. 90% റിലയബിലിറ്റി അസ്യൂം ചെയ്തു. കാരണം ഡേറ്റ ഷീറ്റ്സ് അതിൻ്റെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം L10 ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് L10 ലൈഫ്. ഓക്കെ. L10 ലൈഫ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻ അവേഴ്സാണ്. ഓക്കെ. പക്ഷേ ഇനി നമുക്ക് എന്തിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? അതിനെ മില്യൺസ് ഓഫ് റെവല്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. മില്യൺ റെവല്യൂഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇക്വേഷൻ 1, ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഈ രീതിയിലായിട്ട് ചേഞ്ച് ആവും. ഓക്കെ. അപ്പം കൺവേർഷൻ വന്നിട്ട് 60 × L × 60 × N × L10H/10⁻⁶ എന്നാണ്. അതിൻ്റെ അകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60 × N-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1600 × 18250. അതിപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത നമ്പർ ഓഫ് അവേഴ്സാണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 10⁻6 മില്യൺ റെവല്യൂഷൻ. ഓക്കെ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1752 മില്യൺ റെവല്യൂഷൻസ്. MR എന്ന് പറയുന്നത് മില്യൺ റെവല്യൂഷൻസ് എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെയാണ് സ്റ്റെപ്പ് 3യിൽ കഴിയുമ്പോഴത്തേക്കും നമുക്ക് L10 ലൈഫ് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ബെയറിങ്ങിൻ്റെ ലൈഫ് ഇൻ അവേഴ്സ് തരുവാണെങ്കിൽ നമ്മൾ അത് 90% റിലയബിലിറ്റി അസ്യൂം ചെയ്തുകൊണ്ട് എത്ര മില്യൺസ് ഓഫ് റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കണം. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ വന്നിട്ട് കാൽക്കുലേറ്റ് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി. കാൽക്കുലേറ്റ് ദി ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി ഓർ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ബെയറിംഗ്. ഓക്കെ. ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി ഓർ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ദി ബെയറിംഗ്. ഓക്കെ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സെയിം ചാപ്റ്ററിൽ തന്നെ പേജ് നമ്പർ 372. പേജ് നമ്പർ 372. ഈ പേജ് നമ്പർ 372 ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ റേറ്റിംഗ് ലൈഫ്. ഈ പേജ് നമ്പർ 372 റേറ്റിംഗ് ലൈഫ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷൻ ഫോർ ബോൾ ബെയറിങ്സും ഉണ്ട്, ഫോർ റോളർ ബെയറിങ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം ബോൾ ബെയറിങ്സിൻ്റെയാണ്. ഓക്കെ. ബോൾ ബെയറിങ്സിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Ln = C/P⁻³ അതിൽ C/P-നെ വിളിക്കുന്ന പേരാണ് ലോഡിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. C എന്ന് പറയുന്നത് അവിടുത്തെ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി, ക്യാപിറ്റൽ P എന്ന് പറയുന്നത് നമ്മുടെ ഇക്വലൻറ്റ് ലോഡ്, Ln എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഓഫ് ദി ബെയറിങ്സ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ. അപ്പം ആ ഒരു ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യാണ് ഫോർ ബോൾ ബെയറിംഗ്. ഫോർ ബോൾ ബെയറിംഗ് Ln = C/P⁻³ ഓക്കെ. ബോൾ ബെയറിംഗ് ആയതുകൊണ്ടാണ് 4⁻³ വന്നത്. ഓക്കെ. അതിനെ നമ്മൾ 90% റിലയബിലിറ്റി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? L10 ലൈഫാണുള്ളത്. ഓക്കെ. L10 = C/P⁻³ ഓക്കെ. L10ൻ്റെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1752 = C/P. ഓക്കെ. സിയുടെ വാല്യൂ അറിയത്തില്ല. ബൈ പിയുടെ വാല്യൂ എന്ന് പറയുന്നത്, പിയുടെ വാല്യൂ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. അത് വാല്യൂ കിട്ടിയത് നിങ്ങൾക്ക് 10790 എന്നാണ്. 10790 the whole raised to 3. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് സിയുടെ വാല്യൂ, ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ബെയറിങ്, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 130076.69 ഓക്കെ. അത്രയും ന്യൂട്ടൺസ് എന്നാണ് കിട്ടുന്നത്. ഡൈനാമിക് ലോഡ് കപ്പാസിറ്റിയാണ്, അതുകൊണ്ട് ന്യൂട്ടൺസ് 130076.69 ന്യൂട്ടൺസ്. ഓക്കെ. അപ്പോൾ ഇപ്പം ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് 5. ഓക്കെ. അപ്പം ഇനി ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ഷൻ ഓഫ് ഡീപ്പ് ഗ്രൂവ് ബോൾ ബെയറിംഗ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഡീപ്പ് ഗ്രൂവ് ബോൾ ബെയറിംഗ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ 387. ഓക്കെ. പേജ് നമ്പർ 387ൽ പേജ് നമ്പർ 387ൽ ടേബിൾ 16.9 ഓക്കെ.
അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി നോക്കുക. ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി കിട്ടിയത് 130076 ആണ്. 130076 ആണ്. ഓക്കെ, അപ്പം ഇത് ടേബിൾ എന്ന് പറയുന്നത് ഡീപ്പ് ഗ്രൂവ് ബോൾ ബെയറിങ്സിന് വേണ്ടിയുള്ള ടേബിളാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി വരുന്നത് ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് കോളം. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് കോളത്തിലാണ് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റിയുടെ വാല്യൂസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് വേണ്ട റേഞ്ച് എന്ന് പറയുന്നത് 130076. 1300 ഇവിടെയെല്ലാം ചെറിയ വാല്യൂസാണ്. താഴോട്ട് വരുമ്പോഴത്തേക്കും 130076. ഓക്കെ, 130076 എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, 126510ക്കും 135330 എന്ന് പറയുന്ന ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഹയർ വാല്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഹയർ വാല്യൂ ആകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഒന്ന് ഇതും ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഹയർ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു റോയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ ബെയറിങ് ഓഫ് ബേസിക് ഡിസൈൻ നമ്പർ SKF ബെയറിംഗ് നമ്പർ എന്ന് പറയുന്നത് SKF 6230 എന്നാണ്. SKF 6230 എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബെയറിംഗ് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് കിട്ടിയിരിക്കുന്നത്, SKF 6230. ഓക്കെ, അപ്പം ഇതിൽ എഴുതിയിട്ടുണ്ട് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി നിയർ ടു 130076.69 ന്യൂട്ടൺ ഈസ് ഫോർ ദി ബെയറിംഗ് SKF 6230ക്കാണ് ആ ഒരു റേഞ്ചിൽ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഹയർ വാല്യൂ എടുക്കുക. നമ്മുടെ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്തതിനെക്കാട്ടി ജസ്റ്റ് ഹയർ വാല്യൂ ഏതാണോ ആ ബെയറിംഗ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ ബെയറിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ബെയറിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആ ബെയറിങ്ങിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള 6230 ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, 6230 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ബെയറിങ്ങിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റി COയുടെ വാല്യൂ അതുപോലെ തന്നെ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റിയുടെ വാല്യൂ എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 139745 മറ്റത് 135330 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് എടുത്തെഴുതുക. 135330 139735 ആണ്. ഓക്കെ, ശരി. അപ്പോൾ ആ രീതിയിൽ എഴുതിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ FA/CO കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പം കണ്ടുപിടിച്ച ആ ഒരു ബെയറിങ്ങിൻ്റെ FA/CO വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. FA നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു 5000 എന്ന്. COയുടെ വാല്യൂ, ആ ബെയറിങ്ങിൻ്റെ CO വാല്യൂ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ലോഡ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 139735 ആണ്. അതിപ്പം നോക്കി ആ ടേബിളിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.036 എന്നാണ് കിട്ടുന്നത്. 0.036 എന്നാണ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുക. 0.036 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്റ്റെപ്പ് 1ൽ ഒരു FA/CO വാല്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടുത്തെ FA/CO വാല്യൂ എന്ന് പറയുന്നത് 0.056 ആയിരുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടേബിളിൽ എടുത്തപ്പോഴത്തേക്കും 0.056 എന്നായിരുന്നു. ഓക്കെ, എന്നാൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ വാല്യൂ എത്രയേ ഉള്ളൂ? 0.036 ആണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഈക്വലായിട്ട് വരുന്നു, ഓൾമോസ്റ്റ് ഈക്വലായിട്ട് വരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരിടത്ത് കാൽക്കുലേഷൻ ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ 6230 എന്ന് പറയുന്ന ബെയറിങ്ങിൻ്റെ എത്ര മാത്രമേ ഉള്ളൂ? FA/COയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.036 ഉള്ളൂ. എന്നാൽ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്കും 0.056 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബെയറിങ് നമ്മുടെ ഒരു ആപ്ലിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്തെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ബെയറിങ്ങിൻ്റെ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ പ്രൊസീജിയർ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പുതിയൊരു ബെയറിങ്ങിലേക്ക് നമ്മൾ ഇതേ കണക്ക് എത്തണം. ഓക്കെ, these two values are not equal, so ball bearing selection procedure is continued with trial and error method. ഓക്കെ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഒരെണ്ണം ശരിയായില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വാല്യൂ കൊടുത്തിട്ട് നോക്കുക കറക്റ്റ് ആവുന്നുണ്ടോ എന്ന്. അങ്ങനെ എന്താണ് അവിടുത്തെ ആ എറർ മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പറയുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോപ്പർ ബെയറിങ്ങിൻ്റെ സെലക്ഷൻ ചെയ്യാറാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡു ഫ്രം സ്റ്റെപ്പ് 1 മുതൽ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തവണ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ FA/COയുടെ വാല്യൂ ആണല്ലോ ഈക്വലായിട്ട് വരാത്തത്. അപ്പോൾ പുതിയ ഇപ്പോൾ ഒരു FA/CO വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തല്ലോ.
ഓക്കെ, നമ്മുടെ SKF 6230 FA/CO വാല്യൂ എന്ന് പറയുന്നത് 0.036 ആണ്. ഓക്കെ, ആ വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റീസെലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ റീഡിസൈൻ എന്നാണ് എഴുതിയത്. റീഡിസൈനേക്കാട്ടിയും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് റീസെലക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ പുതിയൊരു ബെയറിംഗ് സെറ്റിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ന്യൂ FA/CO വാല്യൂ എന്ന് പറയുന്നത് 0.036 വെച്ചിട്ട് ഇനി കാൽക്കുലേഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം അതിൽ FA/COയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടേബിളിൽ നിന്നാണ് കിട്ടിയത്. ടേബിൾ വന്നിട്ട് പേജ് നമ്പർ 381 ഈ ഒരു ടേബിളിൽ നിന്നാണ് നമുക്ക് വാല്യൂസ് കിട്ടിയത്. ഓക്കെ, അതിൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന FA/CO വാല്യൂ എന്ന് പറയുന്നത് 0.036 ആണ്. 0.036. ഓക്കെ, അപ്പോൾ FA/COയുടെ കോളം എടുക്കുക. ഓക്കെ, അതിൽ 0.028 ഉണ്ട്. ഓക്കെ, 0.028 കഴിഞ്ഞാൽ അടുത്തത് 0.056 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്കിപ്പോൾ ഉള്ള വാല്യൂ. ഇപ്പോൾ ഉള്ള വാല്യൂ എത്രയാണ്? 0.036 എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂസിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിപ്പം FA/CO വാല്യൂ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ എന്ന് പറയുന്നത് 0.028 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1.99, 0.056 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1.71. ഓക്കെ, അപ്പം നമ്മുടെ FA/CO വാല്യൂ എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പം നമ്മുടെ Y വാല്യൂ എന്ന് പറയുന്നതും ഈ രണ്ട് Y വാല്യൂസിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരണം. ഓക്കെ, അപ്പം ആ പുതിയ Y വാല്യൂവിനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെയിം പ്രൊസീജിയർ നമ്മൾ ഇതുവരെ ചെയ്ത ഫസ്റ്റ് സെറ്റിലേക്ക് എത്തിയ ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് നോക്കി എഴുതുമ്പോഴത്തേക്കും ആ ടേബിളിൽ നിന്ന് വാല്യൂസ് പിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു കോളം ഇതേ കണക്ക് ഫോം ചെയ്യുക. കോളത്തിൽ X1 Y1 X Y പിന്നെ X2 Y2. ഓക്കെ, അപ്പം FA/CO വാല്യൂ എന്ന് പറയുന്നത് 0.028, ഓക്കെ, 0.056 ഇങ്ങനെയാണ് ആ ടേബിളിൽ നിന്ന് വാല്യൂസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ ഈ വാല്യൂ 0.036 എന്ന് പറയുന്നത് വരുന്നത്. 0.036. ഓക്കെ, 0.028 കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ ആ ടേബിളിൽ നിന്ന് കിട്ടും. അത് 1.99 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 0.056 കറസ്പോണ്ടിങ് ആയിട്ട് 1.71. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ 0.036 കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ടത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് എന്താണ് ഈ അവൈലബിൾ വാല്യൂസിൻ്റെ ഒരു പ്ലോട്ട് ഞാനിവിടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ X ആക്സിസും ഒരു Y ആക്സിസും ഉണ്ട്. X ആക്സിസിൽ FA/CO എന്ന് പറയുന്ന വാല്യൂയും, ഓക്കെ, Y ആക്സിസിൽ ഇവിടുത്തെ ത്രസ്റ്റ് ഫാക്ടർ Y ആണ്, അതുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ 0.028, ഓക്കെ, 0.028 ഇവിടെ വന്നെന്ന് വിചാരിക്കുക. 0.028. ഓക്കെ, അപ്പോൾ അതിൻ്റെ Y വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.99 ഉണ്ട്. ഓക്കെ, അടുത്ത X2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.056. ഓക്കെ, 0.056. അതിൻ്റെ Y വാല്യൂ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും കുറവാണ്. ഇവിടെ 1.99 ഉണ്ടെങ്കിൽ ഇവിടെ 1.71 ഉള്ളൂ. 0.71. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിനെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കുമല്ലോ നമ്മുടെ ഈ 0.036. ഓക്കെ, അപ്പോൾ 0.036 ഏതിൽ തന്നെ വരുന്നു? ഇതേ ലൈനിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ലൈൻ്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ നമുക്ക് 0.036 കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വാല്യൂസ് നോക്കിയിട്ട് വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. ഇവിടെ ഫസ്റ്റ് രണ്ടും X1 Y1 ആയിട്ട് എടുത്തിട്ട് പ്ലോട്ട് ചെയ്തു. അടുത്ത X2 Y2 ആയിട്ട് എടുത്തിട്ട് പ്ലോട്ട് ചെയ്തു. ഓക്കെ, പിന്നെ FA/COയുടെ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂ ഇതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രൊസീജിയറിനെ പറയുന്നത് ലീനിയർ ഇൻ്റർപോളേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ലീനിയർ ഇൻ്റർപോളേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇത് ഇക്വേഷൻ ഓഫ് ലൈനാണ്, ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഓഫ് ലൈനാണ്. ഇത് ഡേറ്റാ ബുക്കിൽ വേണ്ട കാര്യമൊന്നുമില്ല, ഇത് കാണാതെ ഓർത്തിരിക്കുക. y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x. ഓക്കെ, ഒരു ലൈൻ എന്ന് പറയുന്നത് രണ്ട് കോർഡിനേറ്റ്സ് x1 y1ലൂടെയും x2 y2ലൂടെയും പാസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഈ രീതിയിലാണ്. y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x2. ഓക്കെ,
അപ്പം ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും y ഈക്വൽ ടു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. y ഈക്വൽ ടു y1 പ്ലസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ഓക്കെ, അപ്പം ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും y1 വരെ 1.99 പ്ലസ് 1.71 മൈനസ് 1.99 the whole divided by 0.056 minus 0.028 0.036 minus 0.028 equal to വൈയുടെ വാല്യൂ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.91 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സും വിയുടെയും വാല്യൂ എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, നോട്ട് എക്സ് ആൻഡ് വി വാല്യൂസ് റിമെയിൻ സെയിം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലെടുത്ത് അതേ വാല്യൂ തന്നെ എടുത്താൽ മതി. നോട്ട് ദാറ്റ് എക്സ് ആൻഡ് വി വാല്യൂ റിമെയിൻസ് സെയിം. എക്സ് ആൻഡ് വി വാല്യൂ റിമെയിൻസ് സെയിം. അതിലൊന്നും മാറ്റം വരത്തില്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലെടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ അവിടെ എടുത്തിരുന്നത് ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0.56 എന്നായിരുന്നു. അത് ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, വി എന്ന് പറയുന്നത് 1 ആയിരുന്നു. വി ഈക്വൽ ടു 1. ഓക്കെ, പക്ഷേ ഇപ്പം വൈയുടെ വാല്യൂ എത്രയായിട്ട് മാറി? ബട്ട് വൈ ഈക്വൽ ടു 1.91. എഫ് എ ബൈ സിയുടെ വാല്യൂ 0.036 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ പുതിയ എക്സ് വി ഇത് രണ്ടും പഴയ വാല്യൂ തന്നെയാണ്. പുതിയ വൈ വാല്യൂ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ബാക്കി കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം എക്സ് വി വൈയുടെയൊക്കെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ പുതിയ വൈ വാല്യൂ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേഷനാണ്. ഓക്കെ, അപ്പം കാൽക്കുലേറ്റ് ന്യൂ ഇക്വലൻ്റ് ഡൈനാമിക് ലോഡ് പി ന്യൂ 1. ഓക്കെ, ഇക്വേഷൻ പഴയത് തന്നെയാണ്. ഇക്വേഷൻ 16.6 പേജ് നമ്പർ 372. അതിൽ പി ന്യൂ 1 എന്ന് കൊടുക്കുമ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 0.56 ഓക്കെ ഇൻറ്റു 1. ഓക്കെ, ഇൻറ്റു എഫ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4000 പ്ലസ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.91 ഇൻറ്റു എഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 5000. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആൻസർ എന്ന് പറയുന്നത് 11790 ന്യൂട്ടൺസ് എന്ന് കിട്ടും. 11790 ന്യൂട്ടൺസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പി ന്യൂ എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, പുതിയ ഇക്വലൻ്റ് ഡൈനാമിക് ലോഡാണ് ഈ കിട്ടിയ 11790. ഓക്കെ, ഈ റേറ്റിംഗ് ലൈഫ് ബെയറിംഗ് ലൈഫ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ തന്നെയാണ്. അതിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പം അത് ഇക്വേഷൻ 16.11A പേജ് നമ്പർ 375 യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സെയിം വാല്യൂ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4A. ഓക്കെ, ഇപ്പോൾ ഇത് 1A 2A എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടൈം റീസെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇത് നമുക്ക് ആ എഫ് എ ബൈ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വലായി വരുന്നത് വരെ നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഒരു 2 to 3 ടൈംസ് ഈ ട്രയൽ ആൻഡ് എറർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി സി. ഈ കാൽക്കുലേറ്റ് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി സി, അതിൽ L10ൻ്റെ വാല്യൂ L10 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. L10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1752. ഓക്കെ, അത് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ വാല്യൂ ആണ്, അതിൽ ചേഞ്ച് വന്നിട്ടില്ല. ഈക്വൽ ടു സി ബൈ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പുതിയ വാല്യൂ ഇട്ട് കൊടുക്കുക. പുതിയ വാല്യൂ എത്രയാണ്? 11790. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ദ ഹോൾ റൈസ് ടു 3. അതിൽ നിന്ന് ക്യാപിറ്റൽ സി ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി. ഓക്കെ, ക്യാപിറ്റൽ സി ഈക്വൽ ടു 142131. 142131. ഓക്കെ, 142131 0.99 ന്യൂട്ടൺസ്. 0.99 ന്യൂട്ടൺസ്. ഓക്കെ, ഈ രീതിയിലാണ് കിട്ടിയത്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീപ് ബ്ലൂ ബോൾ ബെയറിംഗ്. സെലക്ഷൻ ഓഫ് ഡീപ് ബ്ലൂ
ബോൾ ബെയറിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പം ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി നിയർ ടു എത്രയാണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് കിട്ടിയ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 142131 ആണ്, 0.99. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പേജ് നമ്പർ 387 വീണ്ടും കൊടുക്കുക. പേജ് നമ്പർ 387. ഓക്കെ, വീണ്ടും പഴയ ടേബിൾ തന്നെയാണ്. അതിൽ 16.9 ടേബിൾ 16.9 ഡീപ്പ് ഗ്രൂ ബോൾ ബെയറിങ്സ്. ഓക്കെ, അപ്പോൾ ഇത്തവണ കിട്ടിയ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി 142131 ആണ്, 142131. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുക. 14 ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സെക്കൻഡ് ലാസ്റ്റ് കോളമാണ്. ഓക്കെ, അതിൽ 142131. അപ്പോൾ ഇവിടെ എല്ലാം ചെറിയ വാല്യൂസാണ്. 142131 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, അതായത് 140235 159850 ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ കിട്ടിയ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി ഈ ഒരു റേഞ്ചിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഹയർ വാല്യൂ എന്ന് പറയുന്നത് 159850 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഏത് ബെയറിങ്ങിനുള്ളതാണ്? ആ വാല്യൂ എന്ന് പറയുന്നത് 6234 എന്ന് പറയുന്ന ബെയറിങ്ങിനുള്ളതാണ്. 6234 എന്ന് പറയുന്ന ബെയറിങ്ങിനുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെയറിങ് ഏതായിട്ട് സെലക്ട് ചെയ്യാം? 6234 ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി നിയർ ടു ഇതിൻ്റെ ഈ വാല്യൂ 14231.99 ന്യൂട്ടൺ ഈസ് ഫോർ ബെയറിങ്. ഓക്കെ, ബെയറിങ് എന്ന് പറയുന്നത് SKF, ഈ SKF 6234. ഓക്കെ, 6234 ആണ്. ഓക്കെ, ശരി. അപ്പോൾ SKF എന്ന് പറയുന്ന ഈ ബെയറിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്വീഡിഷ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ പേര് വെച്ചിട്ടാണ് SKF വന്നിരിക്കുന്നത് 6234. ഓക്കെ, അപ്പോൾ 6234 എന്ന് പറയുന്ന ഈ ബെയറിങ്ങിൻ്റെ സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റിയും ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി. ഓക്കെ, ഫോർ ദിസ് ഈ ബെയറിങ്ങിൻ്റെ സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റി. ഓക്കെ, ഈ ബെയറിങ്ങിൻ്റെ സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ 184365 CO ഈക്വൽ ടു 184365. ഓക്കെ, അതിൻ്റെ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി C എന്ന് പറയുന്നത് C ഈക്വൽ ടു 159850 രണ്ടും ന്യൂട്ടൺസിലാണ്. ഓക്കെ, രണ്ടും ന്യൂട്ടൺസിലാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം പുതിയൊരു സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റി CO കിട്ടിയിട്ടുണ്ട്. ഓക്കെ, CO. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് FA by CO values. Okay, for SKF 6234. Okay, SKF 6234 കേസിൽ FA by CO ഈക്വൽ ടു FAയുടെ വാല്യൂ എന്ന് പറയുന്നത് 5000 ബൈ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കിട്ടിയ വാല്യൂ 184365. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഈക്വൽ ടു 0.027. ഓക്കെ, വിച്ച് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു 0.27. 0.0271 എന്നാണ് കിട്ടുന്നത്. 0.027 എന്ന് എടുക്കുക. ഓക്കെ, അപ്പം ഇതിലിപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് കിട്ടിയ വാല്യൂ ആണ്. ഓക്കെ, പക്ഷേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് FA by CO വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0.036 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഇത്തവണ എന്തായിട്ട് വന്നിട്ടില്ല? ഈക്വലായിട്ട് വന്നിട്ടില്ല. 0.036 എന്ന് പറയുന്നത് ഈക്വൽ അല്ല നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ. ഓക്കെ, ശരി. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അപ്പം ഇതിൽ വീണ്ടും ഈ സെയിം പ്രൊസീജിയർ. ഓക്കെ, ടു വാല്യൂസ് ഓഫ് FA by C നോട്ട് അല്ലെങ്കിൽ CO ആർ നോട്ട് ഈക്വൽ. Okay, so ball bearing selection procedure is continued with the trial and error method. So ball bearing
സെലക്ഷൻ പ്രൊസീജിയർ ഈക്വലായിട്ട് വരുന്നത് വരെ ചെയ്യേണ്ടി വരും. സെലക്ഷൻ പ്രൊസീജിയർ ഈസ് കണ്ടിന്യൂഡ് with trial and error method. ഓക്കെ, ശരി. അപ്പോൾ ഇത്തവണ ഇനി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ പുതിയ എഫ് എ ബൈ സി നോട്ട് വാല്യൂ എന്ന് പറയുന്നത് 0.027 എടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഈ വാല്യൂ ഇട്ടിട്ടാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഓക്കെ, ശരി. സോ അതിൽ ഒരു തവണയും കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, യൂഷ്വലി 2 times ഒക്കെ നിങ്ങൾ എക്സാമിന് 2 times ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എഫ് എ ബൈ സി നോട്ട് എപ്പോഴാണോ ഈക്വൽ ആവുന്നത് ആ ബെയറിംഗ് സെലക്ട് ചെയ്യാന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒരു തവണയും കൂടെ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പം റീഡിസൈൻ ഓർ റീസെലക്ട്. ഓക്കെ, ഇത്തവണ വാല്യൂ എന്ന് പറയുന്നത് എഫ് എ ബൈ സി നോട്ട് എന്ന് പറയുന്നത് 0.027 എടുത്തിട്ട് ചെയ്യാൻ പോവാണ്. 0.027. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യണം, നമുക്ക് പുതിയൊരു വൈ വാല്യൂ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് പേജ് നമ്പർ 381. പേജ് നമ്പർ 381 പുതിയ ത്രസ്റ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, തൊട്ട് മുമ്പ് അത് കണക്കാണ് ചെയ്തത്. പുതിയ വൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട റേഞ്ച് എഫ് എ ബൈ സി നോട്ടാണ് അല്ലേ. ഇപ്പോൾ എഫ് എ ബൈ സി നോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ടേബിളിൽ, ഓക്കെ, പേജ് നമ്പർ 381 ടേബിൾ 16.3 നേരത്തെ എടുത്ത ടേബിൾ തന്നെയാണ്. അതിൽ വാല്യൂ എന്ന് പറയുന്നത് 0.027 ആണ്. എഫ് എ ബൈ സി നോട്ട് അല്ലെങ്കിൽ C0 വാല്യൂ എന്ന് പറയുന്നത് 0.027. ഇവിടെ ഫസ്റ്റ് വാല്യൂ 0.014 ആണ്, അടുത്തത് 0.028 ആണ്. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നു. ഓക്കെ, നമുക്ക് ഈ അവൈലബിൾ ആയിട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇത് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂ ആണ്. 0.027 അല്ലേ, ഇവിടെ 0.028 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ഈ ഒരു റേഞ്ചിൽ വരുന്നത് 2.30ക്കും 1.99. ഓക്കെ, അപ്പോൾ അത് എടുത്ത് എഴുതുമ്പോഴത്തേക്കും വാല്യൂസ് എന്ന് പറയുന്നത് ആദ്യം x1 y1, അടുത്തത് xy, അടുത്തത് x2 y2. അതിൽ എഫ് എ ബൈ C0 വാല്യൂ എന്ന് പറയുന്നത് 0.014. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ എന്ന് പറയുന്നത് ആ ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ് 2.30. ഇവിടെ 0.028. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1.99. ഓക്കെ, ഇനി നമുക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.027. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വിത്ത് എഫ് എ ബൈ C0 അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ത്രസ്റ്റ് ഫാക്ടർ വൈ അലോങ് ദി സെക്കൻഡ് ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഇൻ്റർപോളേഷൻ വെച്ചിട്ട് y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു എക്സ് മൈനസ് x1 ബൈ x2 മൈനസ് x1 എന്ന് എടുക്കുക. അതിൽ നിന്ന് y ഈക്വൽ ടു y1 പ്ലസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ശരി. x1ൻ്റെയും y1ൻ്റെയും വാല്യൂസ് ഇവിടെയുണ്ട്, x2ൻ്റെയും y2ൻ്റെയും വാല്യൂസ് ഇവിടെയുണ്ട്, എക്സിൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ വൈ ഈക്വൽ ടു വാല്യൂ എന്ന് പറയുന്നത് 2.01 എന്ന് കിട്ടും. 2.01. ഓക്കെ, അപ്പോൾ 2.01 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെയും വിയുടെയും വാല്യൂ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇവിടെയും നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? എക്സ് വി വാല്യൂസ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. നോട്ട് ചെയ്യേണ്ടത് എക്സ് വി വാല്യൂസ് remains the same. That is x equal to 0.56, v equal to 1, but y equal to yയുടെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. എത്രയായിട്ടുണ്ട്? 2.01. ഈ ത്രസ്റ്റ് ഫാക്ടർ മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം വെച്ചിട്ട് വീണ്ടും ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ 16.6 പേജ് 372 ഈ പുതിയ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പുതിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു ഇക്വലൻ്റ് ലോഡ് കിട്ടും. പി ന്യൂ എന്ന് പറയുന്ന ന്യൂ 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 0.56 ഇൻറ്റു 1
ഇൻറ്റു എഫ് ആർ എന്ന് പറയുന്നത് എഫ് ആർ വന്നിട്ട് 4000 പ്ലസ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ 2.01. ഓക്കെ 2.01. എഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 5000. ഓക്കെ ഇതിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 12390 ന്യൂട്ടൺസ് എന്ന് 12390 ന്യൂട്ടൺസ്. ഓക്കെ സ്റ്റെപ്പ് 3B ഇത് സെക്കൻഡ് സെലക്ഷൻ പ്രൊസീജിയർ ആയതുകൊണ്ടാണ് സ്റ്റെപ്പ് 1B, സ്റ്റെപ്പ് 2B, സ്റ്റെപ്പ് 3B എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റേറ്റിംഗ് ലൈഫ് ഓർ ബെയറിംഗ് ലൈഫ് റിമെയിൻസ് സെയിം. ഓക്കെ തൊട്ട് മുമ്പ് ചെയ്തപ്പോഴും അതായിരുന്നു. റേറ്റിംഗ് ലൈഫ് ബെയറിംഗ് ലൈഫ് എല്ലാം ഒരു തവണ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ ആ സെയിം വാല്യൂ തന്നെ നമുക്ക് യൂസ് ചെയ്യും. ഇനി കാൽക്കുലേറ്റ് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി. ഓക്കെ അത് ഇക്വേഷൻ 16.4a പേജ് നമ്പർ 372. അവിടെ വീണ്ടും L10 = C/P⁻³ ഓക്കെ അപ്പോൾ അതിൽ L10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1752. ഓക്കെ അത് നമ്മൾ ഇനിഷ്യലി കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഈക്വൽ ടു സിയുടെ വാല്യൂ അറിയത്തില്ല ഡിവൈഡഡ് ബൈ പിക്ക് പകരം എന്ത് കൊടുക്കുക ഇപ്പോൾ കിട്ടിയ പുതിയ വാല്യൂ ഇക്വലൻ്റ് ലോഡിൻ്റെ വാല്യൂ 12390 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക ⁻³ ഇതിൽ നിന്ന് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 149365.17 ന്യൂട്ടൺ 0.17 ന്യൂട്ടൺ. ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ഡീപ് ബ്ലൂ ബോൾ ബെയറിംഗ് ആണ്. ഡീപ് ബ്ലൂ ബോൾ ബെയറിംഗ് സെലക്ട് ചെയ്യാൻ വേണ്ടി പേജ് നമ്പർ 387 ഡീപ് ബ്ലൂ ബോൾ ബെയറിംഗിൻ്റെ സെലക്ഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി വന്നിട്ട് ക്യാപിറ്റൽ C = 149365 എന്നാണ്. അപ്പോൾ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റിയുടെ കോളത്തിൽ ചെക്ക് ചെയ്യുക. ഈ ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും 1439 ഓക്കെ 1493 ആണ് കേട്ടോ. സോറി 1493. ഈ 1493 എന്ന് പറയുന്നത് വീണ്ടും തീണ്ട ഈ റേഞ്ചിൽ തന്നെയാണ്. 140235നും 159850 ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ വാല്യൂ വരുന്നത്. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 149365 എന്നാണ്. ഓക്കെ അപ്പോൾ ഈ റേഞ്ചിൽ വരും. ഓക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഹയർ വാല്യൂ എടുക്കാം. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മാച്ചിങ് വാല്യൂ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഹയർ വാല്യൂ എടുക്കാം. ഓക്കെ അപ്പം ജസ്റ്റ് ഹയർ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും കിട്ടിയതെന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് ഹയർ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും 1598 വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. 159850. അപ്പോൾ അത് SKF 6234 തന്നെയാണ്. SKF 6234 തന്നെയാണ്. ഓക്കെ ഇപ്പം ബെയറിംഗ് സെലക്ട് ചെയ്തു SKF 6234. ഇപ്പം ബെയറിംഗ് ഡൈനാമിക് ലോഡ് ഫാക്ടർ ഡൈനാമിക് ലോഡ് ഫാക്ടർ C near to 149365 149365.17 ന്യൂട്ടൺ ഈസ് ഫോർ ബെയറിംഗ്. ഈ വാല്യൂവിന് അടുത്തുള്ള ബെയറിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഉള്ള ബെയറിംഗ് എന്ന് പറയുന്നത് SKF 6234 ആണ്. SKF 6234. ഓക്കെ അപ്പോൾ ഈ ബെയറിങ്ങിൽ ഫോർ ദിസ് ഈ ബെയറിങ്ങിന് Oയുടെ വാല്യൂ ഉണ്ട് സിയുടെ വാല്യൂ ഉണ്ട്. സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റി ഉണ്ട് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി ഉണ്ട്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 159850 എന്ന് വരും. സി നോട്ടിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സി നോട്ടിൻ്റെ വാല്യൂ 184365 എന്ന് വരും. 184365 ന്യൂട്ടൺസും. ഓക്കെ ഇത് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഈ വാല്യൂസ് എടുത്തെഴുതാം ഈ ബെയറിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ 184365 ന്യൂട്ടൺ എന്നും മറ്റത് സിയുടെ വാല്യൂ 159850 എന്ന് കിട്ടും. ആദ്യത്തെ സ്റ്റാറ്റിക് ലോഡ് കപ്പാസിറ്റി, രണ്ടാമത്തത് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റിയാണ് 159850. ഓക്കെ നൗ compare FA by C naught value for SKF
6234 FA by C naught ഈക്വൽ ടു എഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 5000 ബൈ സി നോട്ട് എന്ന് പറയുന്നത് 184365. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാല്യൂ എന്ന് പറയുന്നത് 0.027 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും 0.027 ആയിരുന്നു അല്ലേ. സെക്കൻഡ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും 0.027 തന്നെയായിരുന്നു എഫ് എ ബൈ സിയുടെ വാല്യൂ. ഓക്കെ അല്ലേ. സോ here FA by C0 equal to 0.027 is matching, is equal to the initial value assumed, initial value taken in പിന്നെ ഇതാണ് റീഡിസൈൻ 2 സ്റ്റേജ് അല്ലേ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് റീഡിസൈനിങ്ങിൽ സെലക്ട് ചെയ്ത അതേ വാല്യൂ തന്നെയാണ് നമുക്കിവിടെ എഫ് എ ബൈ സി നോട്ടിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബെയറിംഗ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം അല്ലേ. സോ ദി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് is concluded അല്ലേ. concluded and final bearing selected is SKF 6234 is SKF 6234. ഓക്കെ, SKF 6234 ആണ് നമ്മൾ ഫൈനലി സെലക്ട് ചെയ്ത ബെയറിങ്. ഓക്കെ, അപ്പോൾ അത് ഈ ടേബിളിൽ നോക്കുവാണെങ്കിൽ ടേബിൾ 16.9 ഡീപ് ഗ്രൂ ബോൾ ബെയറിങ്സിൽ SKF 6234. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡി വാല്യൂസ് തന്നിട്ടുണ്ട്, ബി വാല്യൂസ് തന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ഫിഗറും കൂടെ വരയ്ക്കാം. അപ്പം തന്നിരിക്കുന്ന ഡി വാല്യൂസും ആർ വാല്യൂസും എല്ലാം എടുത്ത് എഴുതുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡയമെൻഷൻസ് ആർ, ഈ ബെയറിങ്ങിൻ്റെ ഡയമെൻഷൻസും കൂടെ എടുത്ത് എഴുതുന്നു. ഓക്കെ, ഡയമെൻഷൻസ് ആർ സ്മോൾ ഡി ഈക്വൽ ടു 170 millimeter, capital D equal to 180 millimeter, capital D equal to 310 millimeters, 310 millimeter. ഓക്കെ, ഇത് 6234 നേരെയുള്ള വാല്യൂസാണ് എടുത്ത് എഴുതുന്നത്. 170 millimeter, 310 millimeter. അടുത്ത ക്യാപിറ്റൽ ബി ഈക്വൽ ടു 52 ഓക്കെ മില്ലിമീറ്റേഴ്സ്. പിന്നെ സ്മോൾ ആർ ഈക്വൽ ടു 5 millimeter. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഫിഗറും കൂടെ വരച്ച് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഫിഗർ ഇതിൻ്റെ ഇവിടെ സൈഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സെയിം ഫിഗർ നിങ്ങൾ നോട്ടിലേക്കും കൂടെ എടുത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്കും കൂടെ വരയ്ക്കുക. ഈ ഡയമെൻഷൻസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, എന്തായാലും ഈ ഫിഗർ കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഫിഗർ ഞാനിപ്പം റഫായിട്ടൊന്ന് വരയ്ക്കുകയാണ്. ആ ഫിഗറിൽ ഡയമെൻഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, 6234 എന്ന് പറയുന്ന ബെയറിങ്ങിൻ്റെ ബെയറിങ്ങിൻ്റെ സൈസാണ് ഇപ്പം എടുത്തെഴുതിയത്. ഇപ്പം ഈ ഒരു സൈസിലും ഡയമെൻഷൻസിലുള്ള ബെയറിംഗാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി. ഇവിടെയായിട്ട് ഈ പറഞ്ഞ ഡയമെൻഷൻസും കൂടെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്, ഇവിടെ ബി എന്ന് പറയുന്നത് ഇവിടെയാണ് ബിയുടെ വാല്യൂ. നെക്സ്റ്റ് ഇവിടെ
ഡിയുടെ വാല്യൂ, സ്മോൾ ഡി വാല്യൂ. ഇവിടെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ടർ ഡയമീറ്റർ. ഔട്ടർ ഡയമീറ്റർ. ഓക്കെ, ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, ഇത് വന്നിട്ട് ഔട്ടർ പോർഷനാണ്. ഇത് നമ്മൾ കട്ട് സെക്ഷൻ വ്യൂ ആണ് വരച്ചിരിക്കുന്നത്, സെക്ഷണൽ വ്യൂ ആണ് വരച്ചിരിക്കുന്നത് ബെയറിങ്ങിൻ്റെ. ഓക്കെ, ഇത് ഔട്ടറും ഇതെന്ന് പറയുന്ന ഇന്നർ ബെയറിങ്ങിൻ്റെ സൈഡ്. ഇതാണ് ബോൾ ബെയറിങ്സ്. ഓക്കെ, ഈ രണ്ട് സർക്കിൾ കാണിച്ചിരിക്കുന്നതാണ് ബോൾ ബെയറിങ്സ്. അതിൽ ഔട്ടർ ഹൗസിങ്ങും ഉണ്ട്, അല്ലെങ്കിൽ ഫ്രെയിമും ഉണ്ട്, പിന്നെ അകത്ത് ഷാഫ്റ്റിൻ്റെ പോർഷനും ഉണ്ട്. ഇത് ഹൗസിങ്ങിൻ്റെ പോർഷൻ. ഓക്കെ, ഈ സെൻറ്ററിൽ വരച്ചിരിക്കുന്നത് ബെയറിങ്. ഓക്കെ, ഇന്നർ സൈഡിൽ വരച്ചിരിക്കുന്നത് ഇത് ഷാഫ്റ്റിൻ്റെ റീജിയനാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഈ ഫിഗറും കൂടെ വരച്ച് വേണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഡയമെൻഷൻസ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വാല്യൂസ് വെച്ച് വരയ്ക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഏതാണ് ബോൾ ബെയറിങ്സ്. ഓക്കെ, ബോൾ ബെയറിങ്സിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, ഇതാണ് ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. ഡിസൈൻ അല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, നമ്മൾ സെലക്ഷൻ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആ ടേബിളിൽ നോക്കിയിട്ട് ഒരു ബെയറിംഗ് സെലക്ട് ചെയ്ത് പറയുകയാണ് ചെയ്തത്. ഈ ഒരു പർപ്പസിന് SKF 6234 ആയിരിക്കും ബെറ്റർ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ സെലക്ട് ചെയ്യാനായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ ചെയ്തത് സിംഗിൾ ഗ്രൂ ഡീപ്പ് ബോൾ ബെയറിങ്സ്, സിംഗിൾ ഗ്രൂ ഡീപ്പ് ബോൾ ബെയറിങ്സിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയുള്ളതെന്ന് പറയുന്നത് ജേർണൽ ബെയറിങ്സിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇത് കണക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.